ഈ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് വരും. ലേശം വെള്ളം പിടിയും. മീൻ കച്ചവടമാണ്. പല പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് അനുസരിക്കുകയില്ല. അവസാനം ഞാൻ ദൈവത്തോട് ഇതുപോലെ കർത്താവെ ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത് ഏൽപ്പിച്ചു കൊടുത്തു. ഇവന് വലിയൊരു കാട്ടിലും ചൂര വെട്ടാൻ പോയപ്പോഴേ ചൂരല് വെട്ടാൻ പോയി. ചൂരല് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന വന്നപ്പോ ഇവൻ മരത്തെ കയറി. കൊമ്പനാ, ഒറ്റയാന, പിടിച്ചാ വിടുവില്ല. മരത്തെ കയറി മരത്തിൽ ചൂടി നിൽക്കുക. ആന ഇങ്ങനെ നിൽക്കുക. അവസാനം ഇവനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോഴും ദൈവം പ്രാർത്ഥന കേട്ട് ആന കുറച്ച് ദൂരെ അങ്ങോട്ട് മാറി നിന്നു. അപ്പോഴും ഇനി മാനസാന്തരപ്പെട്ടോന്ന് വാക്ക് പറഞ്ഞു. ഇനി ഞാൻ കുടിക്കില്ല, കുടിക്കില്ല എന്ന് വാക്ക് പറഞ്ഞു കർത്താവിനോട്. ആന കുറച്ച് ദൂരെ നിന്ന് ഇവൻ ഇറങ്ങിയിട്ട് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. 3 മൈലും കണ്ട് ദൂരത്തിനാക്കാൻ വന്നേക്കുന്നേ. ഓടി ആന പുറകെ പോയി. വീട്ടിൽ പോയി. വീട്ടിൻ്റെ തൊട്ട് മലയുടെ തൊട്ട് പോയി ആന ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ രഹസ്യം അവർ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ സംഭവം. ആ സമയത്ത് ആന ചെവിയിട്ടിട്ട് പട്ടാന്നടിച്ച് എടീ അതാ വീട്ടിന് മുന്നേ വന്നേക്കെന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ ആന നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇനി മേലെ ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു, വലിക്കില്ല എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടതിന് ശേഷം ആന സ്ഥലം വിട്ടു. കൊമ്പന നോക്കണം, ദൈവത്തിന്റെ പ്ലാൻ നോക്കണം. തീർച്ചയായിട്ടും കർത്താവ് മാനസാന്തരപ്പെടുത്താൻ ആനയെ അയച്ചു. കാട്ടിലെ കൊമ്പനെ ഇറക്കി നാട്ടിലെ കൊമ്പനെ മര്യാദ പഠിപ്പിച്ചു. അവനെ മാനസാന്തരപ്പെടുത്തി. ദൈവത്തിന്റെ തൃശ്ശേരി വയനാട്ടിലല്ലേ? ഓക്കെ. അദ്ദേഹത്തിന്റെ പേര് ഇതുണ്ടോ ഇപ്പോഴും? അതും വർഗീസ. ഓ ശരി. ഓക്കെ. നാട്ടിലെ കൊമ്പനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടി കാട്ടിലെ കൊമ്പനെ അയച്ച് ദൈവം തീരുമാനം എടുപ്പിച്ച് അത് ചെവിയിട്ട് അടിച്ച് പിന്നെ ആ തീരുമാനത്തെ അംഗീകരിച്ചിട്ടോ പോയതല്ലേ? ചെവിയിട്ട് അടിച്ചു. തീരുമാനം എടുത്തു. അല്ല ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. മോള് നിൽക്കുക. അപ്പം മാനസാന്തരപ്പെട്ടു. കർത്താവിനോട് മാപ്പ് പറഞ്ഞു. സ്തോത്രം. ഇതുപോലെ എത്ര അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തിയ ആ ഓരോ അനുഭവങ്ങൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.